പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ കൃപകളെയോർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോയ കൃപയും നഷ്ടപ്പെട്ടു പോയ സമാധാനവും നഷ്ടപ്പെട്ടു പോയ സ്നേഹവും ഐക്യവും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറച്ചു നൽകുവാൻ അങ്ങ് തിരുമനസ്സാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളെ ഓരോരുത്തരും സമർപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ അവസ്ഥകള്, വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, ഒത്തിരിയേറെ അടിമത്തങ്ങള്, ചില പൈശാചികമായ സാന്നിധ്യങ്ങള് അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവെ, മക്കളെയും ഇവരുടെ കുടുംബത്തെയും ഇവരുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിലെ നിയോഗങ്ങള്, പ്രാർത്ഥനകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തമായ ഇടപെടല് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാല് മുദ്രിതമാക്കപ്പെട്ട ശക്തമായ സംരക്ഷണം നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കണ്ടു കുടുംബജീവിതം ആരംഭിക്കുന്നത് വിവാഹ ജീവിതത്തിലൂടെയാണ്. കർത്താവ് അതിനു വേണ്ട വലിയ കൃപയും വലിയ അഭിഷേകവും നിറച്ചു നൽകിക്കൊണ്ടാണ് കൂദാശയിലൂടെ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആ കൂദാശയിലൂടെ ലഭിച്ച ദൈവിക വരത്തെ, ദൈവകൃപയെ വീണ്ടും ജ്വലിപ്പിച്ച് ജീവിക്കണം. അത് ഇല്ലാതെ പോകുമ്പോൾ ഒത്തിരിയേറെ തിന്മയുടെ സ്വാധീനം, ഇങ്ങനെ പറയില്ലേ, പ്രകാശം കുറയുമ്പോ അന്ധകാരം കയറുന്നത് പോലെ കൃപ കുറയുമ്പോ ആ കുടുംബത്തില് അന്ധകാരം, പൈശാചിക ശക്തികൾ കടന്നു വരും. ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, കുടുംബത്തിൽ വേണ്ടാത്ത വാശി, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, മാത്സര്യം, പ്രതികാര ചിന്ത, ഇതൊക്കെ എന്തിനാ നമ്മുടെ കുടുംബത്തിൽ? പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ ഒന്ന് സ്നേഹിച്ച്, ക്ഷമിച്ച്, ചേർത്ത് പിടിച്ച്, ഇന്നലെ പറഞ്ഞില്ലേ, കുറവുള്ള മക്കളാ, ആ കുറവുകളെയൊക്കെ ഒന്ന് സ്നേഹത്തോടെ കണ്ട് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിലൊക്കെ ഒന്ന് സഹായിച്ച് ഒന്ന് താങ്ങി തണലായിട്ടൊക്കെ പോയാൽ എങ്ങനെ പോകാം? അതിനെന്ത് വേണം മക്കളെ? ദൈവകൃപ, പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകം, വരദാനങ്ങൾ, സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, ഇതൊക്കെ വേണം. അത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്ന കൃപാവര സമൃദ്ധി, ജീവന സമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ വേണം. അതില്ലാതെ പോകുമ്പോ പിശാച് വേണ്ടാത്ത വെറുപ്പും വേണ്ടാത്ത വാശിയും കുറ്റപ്പെടുത്തലും അപവാദങ്ങളും പരാതിപ്പെടലും പെറുവെറുപ്പലും കുറ്റപ്പെടുത്തലൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ നശിപ്പിച്ചോളും. നിസ്സാരമായിട്ടൊന്നും ക്ഷമിച്ചു വിടേണ്ട കാര്യം അതിങ്ങനെ ഊതി പെരിപ്പിച്ച് അത് നാട്ടുകാരെ അറിയിച്ച്, വീട്ടുകാരെ അറിയിച്ച്, പിന്നെ കേസായി, ഡൈവോഴ്സായി, ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം നന്നായിട്ട് പോകേണ്ട ജീവിതം നിസ്സാര കാര്യത്തിന്റെ പേരില് അവസാനിച്ചു പോയ എത്രയോ മക്കളവിടെ. ഇത് പൈശാചികമായ വലിയൊരു ശക്തിയാണ് മക്കളെ, ആധിപത്യമാണ്. അവന്റെ ഒരു ആധിപത്യം, അധികാരം നമ്മുടെ കുടുംബത്തിൽ. ചില കുടുംബത്തിൽ ഇങ്ങനെ ചിലപ്പോൾ കേറിപ്പറ്റി കലഹത്തിന്റെ, ഭിന്നതയുടെ, ഡൈവോഴ്സിന്റെ, അതിങ്ങനെ തലമുറകളിലൂടെ കേറിപ്പറ്റിയ ഒരു സാന്നിധ്യ ശക്തിയോടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഗലാത്യ 6:7-8 പൗലോസ്ലീഹ ഒരു വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മുടെ കുടുംബത്തിൽ വിതയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു വിത്തുണ്ട്. അത് ഒരു വിതയായിട്ട് മാറും, വിത്ത് വളരുമല്ലോ, അത് കൊയ്യും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വിതയ്ക്കപ്പെട്ട് കിടക്കുന്ന വിത്താണ് കലഹത്തിന്റെ വിത്ത്, വെറുപ്പിന്റെ വിത്ത്, ഡൈവോഴ്സിന്റെ വിത്ത്. ഇങ്ങനെയുള്ള അതിലൂടെ ആര് കയറി പറ്റും? പിശാചിന് ആധിപത്യം കിട്ടും, അവൻ വളരും, പിന്നെ അത് മക്കളായിട്ട് കൊയ്യും, തലമുറയായിട്ട് കൊയ്യും. അങ്ങനെ നമ്മുടെ കുടുംബത്തില് കിടക്കുന്ന പൈശാചിക ശക്തികളെ ഇന്ന് നമ്മൾ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി അവന്റെ പിടിയിൽ നിന്ന് ആ വിത്തെടുത്ത് മാറ്റാം. നല്ല വിത്തിടണം നമുക്കിന്ന്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.
പിശാചിന്റെ ആധിപത്യങ്ങള്, പിശാചിന്റെ അവകാശങ്ങള്, പിശാചിന്റെ എന്താ പറയാ സാന്നിധ്യ ശക്തി, അവൻ വിതച്ച വിത്ത്, കള്ളൻ വിതച്ച വിത്ത് നമ്മുടെ കുടുംബത്തെ ഇന്ന് നാശത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് അവന്റെ പിടിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയെ നമ്മൾ വീണ്ടും പിടിക്കണം. അവനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവാ. നമ്മുടെ കുടുംബത്തില് വേണ്ടാത്തതിന്റെ പേരില് അതൊരു ആത്മാവിന്റെ പിടിയിൽ വരുമ്പോ വേണ്ടത്തെ ന്യായങ്ങള്, കുറ്റപ്പെടുത്തലുകള്, എപ്പോഴും ആ അസ്വസ്ഥത, ഈ അസ്വസ്ഥത, ഭയങ്കര ഭിന്നത, വഴക്ക്, കലഹം, പറയുന്ന വാക്കുകൾക്ക് ഒരു പരിധിയില്ല, അനുസരണക്കേട്, ഒത്തിരി തന്നിട്ട സ്വഭാവം, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തെ തിരിച്ചു പിടിക്കണം. ഇത് പിശാചാണ്, അവന്റെ ആധിപത്യമാണ്, അവന്റെ സാന്നിധ്യമാണ്, അവൻ വിതച്ച കള്ളന്റെ വിത്താണ്. അതിൽ നിന്നൊക്കെ വിടുവിച്ചെടുക്കണം. പ്രിയപ്പെട്ട മക്കളെ, അതിനുവേണ്ടി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ തലമുറയെ, നമ്മുടെ വീടിനെ മുറികളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദുഷ്ടന്റെ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നമ്മുടെ കുടുംബങ്ങളെയും വീടിനെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും തിരിച്ചു പിടിക്കാം. പരിശുദ്ധാത്മാവില്, ദൈവകൃപയില്, തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തില്, സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാന്നിധ്യത്തില് നമ്മുടെ കുടുംബങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും തിരിച്ചു പിടിക്കാൻ നമുക്ക് ദിവ്യകാല സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനത്തിന് മുമ്പിലായിരിക്കുന്ന ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും ഈശോയെ അവിടുന്ന് അനുകമ്പയോടെ ഇന്ന് നോക്കണമേ. ഈ പ്രഭാതത്തില്, ഈ ദിവസത്തില് അങ്ങയുടെ സജീവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലെ സ്നേഹം കൊണ്ടും അങ്ങയുടെ ശക്തമായ കരുണ കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ കരുണയുടെ ശക്തി, അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക്, ഞങ്ങളുടെ മണ്ണിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് അങ്ങ് വിടുവിക്കണമേ. വേണ്ടാത്ത വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, വാശി, തന്നിട്ട സ്വഭാവം, മാത്സര്യം, കർത്താവ്, ഇതൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ വേണ്ട. അതിൽപ്പെട്ട് ഭിന്നത തകർന്ന് തരിപ്പണമായി അകന്നു പോയ ഒത്തിരി മക്കള് കർത്താവേ, സാത്താന്റെ ശക്തമായ പിടിയിൽ നിന്ന് അങ്ങയുടെ സ്നേഹത്താല്, അങ്ങയുടെ കരുണയാല്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താല് കർത്താവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ബന്ധങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തില് അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ ഈ മക്കളെ, കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ആധിപത്യങ്ങളെ, അവകാശങ്ങളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കി കർത്താവിനെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. വിട്ടുമാറി പോകട്ടെ കർത്താവേ. അങ്ങേ കുരിശിൽ പൂർത്തീകരിച്ച കുരിശുമാന ശക്തിയാല്, ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാല് ഈ പൈശാചിക പിടികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങ് തന്നെ അങ്ങയുടെ മക്കളെ തിരിച്ചു പിടിക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ സ്നേഹത്തില്, അങ്ങയുടെ ശക്തിയില്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തില്, വരദാന ഫലങ്ങളിൽ നിറച്ച് കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അങ്ങ് തിരിച്ചു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം കുടുംബങ്ങളിൽ നിറയട്ടെ, കർത്താവിന്റെ സ്നേഹം കുടുംബങ്ങളിൽ നിറയട്ടെ, കർത്താവിന്റെ കരുണ കുടുംബങ്ങളിൽ നിറയട്ടെ, കർത്താവേ നിന്റെ പ്രകാശം കുടുംബങ്ങളിൽ നിറയട്ടെ. അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ, അന്ധകാരം തന്നെ മാറിപ്പോകട്ടെ, പ്രകാശം നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വയം നന്ദി കർത്താവേ. അങ്ങയുടെ മക്കളെ തിരിച്ചു പിടിക്കണമേ, ബന്ധങ്ങളെ തിരിച്ചു പിടിക്കണമേ, സമാധാനത്തെ തിരിച്ചു പിടിക്കണമേ, സ്നേഹത്തിൽ തിരിച്ചു പിടിക്കണമേ, ഐക്യത്തിൽ തിരിച്ചു പിടിക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ, എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവിന് ശക്തമായ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും വേണ്ടി നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാനും, കർത്താവിനെ കരുണയാലും സ്നേഹത്താലും തിരിച്ചു പിടിക്കാനും, സാത്താനാധിപത്യ ശക്തികൾ, കെട്ടുകള് അഴിയപ്പെടാനും, വിമോചനത്തിന് ശ്രദ്ധയാൽ നിറയപ്പെടാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയാൽ തിരിച്ചു പിടിക്കണമേ. കരങ്ങളുയർത്തി പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ സ്നേഹത്തിലും ഐക്യത്തിലും തിരിച്ചു പിടിക്കണം. സാത്താനാധിപത്യങ്ങളെ, അവകാശങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് തിരിച്ചു പിടിക്കണം. അങ്ങയുടെ സ്നേഹത്തിൽ തിരിച്ചു പിടിക്കണം. അങ്ങയുടെ തിരുഹൃദയത്തിൽ തിരിച്ചു പിടിക്കണം. ഈശോയെ, ആമേൻ.